പാൽ ചിക്കൻ ഡ്രൈ റോസ്റ്റ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡ്രൈ ഡിഷാണിത്. മെയിനായിട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണാം. ആദ്യം തന്നെ ഞാനൊരു വോക്കിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണിത്. ഇതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്ലെയിം അധികമാവാതെ ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് 1/2 കിലോളം ചിക്കൻ ഇട്ടിട്ടുണ്ട്. നല്ല ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ്. ബോൺലെസ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, ബോൺ ഉള്ളതാണെങ്കിലും നോ പ്രോബ്ലം. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ തന്നെ ചിക്കനെല്ലാം നല്ലതായി വെന്ത് കിട്ടും. ഇപ്പം ഞാനൊന്ന് അടുപ്പ് മാറ്റി നോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചിക്കനെല്ലാം കുക്കായി വന്ന് അതിൽ നിന്ന് കുറച്ച് ഗ്രേവിയും വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് ഈ ഗ്രേവി എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ഒരു ഡ്രൈ ഫ്രൈ പോലെ ആയി വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി ഡ്രൈ ആയതിൻ്റെ കോട്ടിംഗ് എല്ലാം നന്നായി വന്നിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് റെഡിയാക്കാനായിട്ട്, ചിക്കനും തേങ്ങാപ്പാലും. അതുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻസ് വഴി അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.